അല്ലാഹു പറയാ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ അല്ലദീന യദ്കുറൂനല്ലാഹ് അവരെപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ ഏത് സമയത്തും അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ ഏതൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം അവരെ നിൽക്കുമ്പോഴും അവർ ഇരിക്കുമ്പോഴും അവരെ കിടക്കുമ്പോഴും ഏത് സമയത്ത് പറഞ്ഞാൽ ഏത് സമയത്ത് നിൽക്കുകയാണോ ഇരിക്കുകയാണോ കിടക്കുകയാണോ ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും അവരുടെ ഹൃദയം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാ ഏത് സമയത്തും അവരുടെ മനസ്സിന്റെ ചിന്ത അല്ലാഹ് എന്റെ അല്ലാഹ് ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാ എങ്ങനെയാ അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നറിയോ നബി ഖൽഖിസ് സമാവാതി വൽ ആകാശഭൂമികളെ കുറിച്ച് അവർ ചിന്തിക്കുകയാ അല്ലാഹുവേ ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്നറിയോ ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലോട്ട് കടന്നു പോകുന്നില്ല ഈ പ്രതിസാരമായ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഈ കാണുന്ന 20 കിരുവും അത് മാത്രം വ്യാസമുള്ള ഈ ഒരു പന്തല് താങ്ങി നിർത്താൻ 4 തൂണുകൾ വേണം പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ ഈ ഭൂമിക്ക് മുഴുവനും മേലാപ്പ് പോലെ വിരിച്ചിട്ടിരിക്കുന്ന ആകാശമുണ്ടല്ലോ ആ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാണ് ഒരു തൂണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലാഹു ചോദിക്കുകയാ അഫലം യൻദുറൂ ഇലാ സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ് ഒരു തൂണ് പോലും ഇല്ലാതെ വിശാലമായ ആകാശത്തെ ഞാൻ നാട്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും ഈ ആകാശത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു കീറൽ കാണുന്നുവോ നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു നീല ടാർപ്പായ വിരിച്ചു കെട്ടിയാൽ മഴയൊന്ന് പെയ്ത് വെള്ളം തൂങ്ങിയാൽ എവിടെയൊക്കെയാ കീറിപ്പൊട്ടി പോവുക ആകാശം എന്ന വിശാലമായ പരവതാനിക്കൊരു തൂണ് പോലും ഇല്ലാതെ അല്ലാഹുല്ലദീ റഫഅ സമാവാതി നമുക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തി എന്റെ അല്ലാഹ് ഇത്ര വലിയ ആകാശത്തിനൊരു തൂണ് പോലും കൊടുക്കാതിരുന്നിട്ട് അവിടെ ഒരു കീറൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ നമ്മൾ ചിന്തിക്കുമ്പോ രാപകല വ്യതിയാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ രാത്രി ഒരു സമയമാകുമ്പോ തീരുണ്ടു പകലതാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ പൊന്നമ്പലി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മുഖമൊളിപ്പിക്കുന്നു ആ പകല് വിട പറയുന്ന സമയത്ത് തന്നെ രാത്രി കടന്നു വരുന്നു രാത്രി രാവിലെ പ്രഭാതം വരുമ്പോ രാത്രി വിട പറയുന്നു കവിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ എത്ര സുന്ദരമാണ് ഈ കാഴ്ച പ്രത്യേക സമയത്ത് രാത്രി വരുന്നു രാത്രി പോകുമ്പോ പകല് വരുന്നു കവി പറഞ്ഞതുപോലെ നിശയതു വന്നു വിളിച്ചു സന്ധ്യ വിട പറയാനായി നിൽപ്പുണ്ട് ഇളകുന്നതിലീ തരുലതയെല്ലാം കരപരിലാളനമതിലാര് ഈ കൃത്യമായി രാത്രിയെ കൊണ്ടുവരുന്നതാരാ കൃത്യമായി പകലിനെ സംവിധാനിക്കുന്നതാരാ അത് മറ്റാരുമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തു തരുന്നതെങ്കിൽ നിന്റെ രാപ്പകലുകളിൽ നിന്റെ ഊണിലും ഉറക്കത്തിലും നിന്റെ കിടപ്പിലും നിന്റെ ചേട്ടയിലും നിന്റെ നിശ്ചേട്ടയിലും ഓരോ സമയത്തും നീ ചിന്തിക്കണം അല്ലാഹുവേ ആകാശഭൂമികളെ കുറിച്ച് സൃഷ്ടിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരറിയാതെ പറഞ്ഞു പോകും അല്ലാഹ് റബ്ബനാ هذا باطلا سبحانك فقنا عذاب النار ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോട്ട് പറയട്ടെ
ഞാൻ പറയുന്നത് ഒരു ആസ്ട്രോണമി ഞാൻ പറയുന്നില്ല, ഒരു ജോഗ്രഫി ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത അപ്രാപ്യമായ അനന്യ സാധാരണമായ അഭൗതികമായ ഒരു ലോകത്തിന്റെ സർവ്വവിജ്ഞാനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുന്നില്ല. സഹോദരിമാരെ ചിന്തിക്കും വാക്ക് ഉസ്താദ് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പെങ്ങളെ കബറും കഫൻ തുണിയും മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ സമയമായില്ല മോളെ. അല്ലാഹു പറയാ, നീ സയൻസ് പഠിക്കണ്ട, നീ ഡിഗ്രി പാസ്സാവണ്ട, നീ നിന്റെ മുറ്റത്തിരുന്നിട്ട് ആകാശത്തോട്ട് നോക്ക്, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും മോളെ. ആകാശത്തെയും ഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അറിയാതെ നമ്മളെല്ലാം പറഞ്ഞു പോകും അല്ലാഹുവേ, ബുദ്ധിമാന്മാര് പറഞ്ഞു പോകും അല്ലാഹുവേ, റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. സൂര്യനെ നീ കിഴക്കുതിപ്പിച്ചത് വെറുതെയല്ല, പടിഞ്ഞാറ് അസ്തമിപ്പിച്ചത് വെറുതെയല്ല, ഭൂമിയെ നീ പരത്തി തന്നത് വെറുതെയല്ല, ഈ ആകാശത്തെ മേലാപ്പാക്കിയത് വെറുതെയല്ല, മേഘമാളികയിൽ നിന്നും മഴത്തുള്ളികളെ വർഷിപ്പിച്ചത് വെറുതെയല്ല. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ. ആകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഇവിടെ നോക്കി സഹോദരങ്ങളെ, ഇവിടെ നോക്ക്, എന്നെ നോക്ക്. അവിടെ കസേര വരുവോ വരാതിരിക്കൊന്നും വിഷയമല്ല, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. കബറും കഫറും പറയാൻ എളുപ്പമുണ്ട്, ഒരു വിഷയത്തിന്റെ ആന്തരികത പറഞ്ഞുള്ളിലോട്ട് ഇറപ്പിക്കാൻ പ്രശ്നമാണ്. അല്ലാഹ് എന്തിനാണ് ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്? ഐസക് ന്യൂട്ടൻ ചിന്തിച്ച ചിന്തയല്ല. ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് ചിന്തിക്കണം. അതിന് ഉസ്താദെ ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞ അതിനെന്തിനാണോ 10ാം ക്ലാസ് പാസ്സാവണത്? അതിനെന്തിനാ SSLC പാസ്സാകുന്നത്? അല്ലാഹു ചോദിക്കുകയെ ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ലേ? ആകാശത്തെ കുറിച്ച് നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക? നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക? നിങ്ങൾ ആകാശത്തെ നോക്കാറുണ്ട്? അല്ലാഹ് നോക്കണമെന്ന് പറഞ്ഞ സാധനല്ലേ? ലോകത്തേത് സാധനവും ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു, വിരസതയുണ്ടാവും, പിന്നെ കാണാൻ തോന്നൂല്ല. ഭാര്യയുടെ മുഖമാണെങ്കിലും ശരി, 1 വർഷം കണ്ടാൽ 2ാമത് മാറ്റിയെടുക്കണമെന്ന് തോന്നും. പുതിയ 2000 രൂപയും പുതിയ കെട്ടിയ പെണ്ണും ഒരുപോലെയാണ്. കിട്ടുമ്പോ എന്താ ഒരു തുള്ളിച്ചാട്ടം, പിന്നല്ലേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂല പറയുന്നു. അമ്മാതിരി പുതിയ 2000 രൂപയുടെ നോട്ടും കെട്ടിയ പെണ്ണും ഒരുപോലെയാണ്. ഇതിനെ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അതിന്റെ ആ കളറും ആ പർപ്പിള് കളറും ഒക്കെ കാണുമ്പോ എന്താ തുള്ളിച്ചാട്ടം. ആദ്യം കിട്ടിയത് എനിക്കാണ് അത്ര മൊഞ്ചത്തി, പിന്നെ ഇത് കരിയുമ്പോഴാണ് പടച്ചോനെ ഇതിപ്പോ പോക്കറ്റ് വറക്കത്തിന് വെക്കാനല്ലേ പറ്റൂ, മാറ്റിയെടുക്കാൻ പറ്റൂലല്ലോ. അതിന് ചിലതിന് ഭാര്യമാരുമായിട്ട് സാമ്യമുണ്ട്. ഹെൽമറ്റും ഭാര്യ ഒരേപോലെയാണ്. എടുത്ത് തലയെ വെച്ച ആപത്തില്ലാതെ നടക്കും, തറയെ വെച്ച. ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചതുപോലെ അല്ല മുസ്ലിമേ. ഞാൻ പറയുന്നത് ഖുർആന്റെ പ്രചാരകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിശേഷമാണ് ഇഷ്ടം. ഉജ്ജ്വല പ്രഭാഷകൻ, വാഗ്മി, പ്രഭാഷണ കലയിലെ ഹിംസ്രജന്തു, അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനൊരു എളിയ ഖുർആൻ പ്രഭാഷകനാണ്. ഖുർആൻ പറഞ്ഞാൽ കല്ലെറിയൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്നെ ഒരു ഖുർആൻ പ്രഭാഷകനായി നിങ്ങൾ പരിചയപ്പെടുത്തിയാൽ മതി. ഈ മലയാള ഭാഷയുടെ പൈസ പറഞ്ഞതുപോലെ ചായവും ചമൽക്കാരവും അക്ഷരത്തെളിവുകളിൽ അമ്മാനമാടുന്ന പ്രഭാഷകൻ വേണ്ട എനിക്ക് ആ ഡിഗ്രി. അദ്ദേഹം പറഞ്ഞതിനെ നിരാകരിക്കില്ല, സന്തോഷം, ഒരു മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ഖുർആന്റെ പ്രചാരകരെ സംബന്ധിച്ചോളം വെല്ലുവിളി സ്വാഭാവികമാണ്. ഖുർആൻ പ്രചാരം നടത്തിയവരോട്, ഇരുട്ടിനെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞത്, ഖുർആൻ പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഊളിയിട്ടുകൊള്ളൂ, ഓരിയിട്ടുകൊള്ളൂ കുറുക്കന്മാരെ പോലെ, ലഅല്ലക്കും തഗ്രിബൂൻ, നിങ്ങൾ വിജയിച്ചാലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഓരിയിടൽ ഖുർആൻ പറയുമ്പോൾ സ്വാഭാവികമാണ്. കുറുക്കന്റെ ഓരിയിടൽ കേട്ടിട്ട് ചെന്നായ തിരിച്ചു പോവാറില്ല എന്നത് ചരിത്രമാണ്. രണ്ടും ഒരേ ജനിസായതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ആകാശത്തേക്ക് അല്ലാഹു നോക്കാൻ പറഞ്ഞത് ആകാശത്തിലെ മഴത്തുള്ളിയെ നിങ്ങൾ നോക്കാനാണ്. ആകാശത്തു നിന്നാണ് മഴ വരുന്നത്. ഈ മഴ അല്ലാഹു എന്തിനാ തന്നത്? എടാ മോനെ, നിന്റെ മഹ്ശറെ ഓർമ്മിപ്പിക്കാനാണ്. ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ.
അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമുക്ക് നമ്മുടെ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു പറയാ, നിങ്ങൾ അള്ളാഹുവിന്റെ ആകാശത്തെയും ഭൂമിയെയും ചിന്തിച്ചിട്ട് പറയണം, അള്ളാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ആകാശം മുട്ട കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ എന്ന് ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു മുസ്ലിം ദുആ ചെയ്യുന്നതിന്റെ ബാധ്യതയാ. എന്നെ കേൾക്കാനെത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ഇത് പറയാനുള്ള കാരണം ഏതെന്നറിയോ? ആകാശത്തിന്റെ ഒരു ദിട്ടാണ് ഞാൻ പറഞ്ഞു തരട്ടെയോ? ചിന്തിക്കുന്നവർക്ക് ദിട്ടാണമുണ്ട്. അല്ലാഹു പറയാ, അല്ലാഹുല്ലദീ നസല മിനസ് സമാഇ മാ. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, കൊടും വേനലിലേക്ക് നമ്മുടെ നാട് നടന്നുപോയി. വേനല് കാരണത്താൽ നമ്മുടെ ഈ സസ്യങ്ങൾ മുഴുവൻ നനഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങി നിൽക്കുകയാ. അല്ലാഹു പറയുന്നു, മെയ്യാകുമ്പോ, ജൂൺ മാസമാകുമ്പോ, വർഷക്കാലമാകുമ്പോ ആകാശ ലോകത്തു നിന്നാകുവിന്റെ അനുഗ്രഹമായ മഴത്തുള്ളി ഇങ്ങനെ താടോട്ട് പെയ്യുമ്പോ അതേവരെ കരിഞ്ഞുണങ്ങിക്കിടന്ന ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമ്മളെ കരുതി പോകുന്ന കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴ വരുമ്പോ അല്ലാഹു പറയാ, ഫാഹിയൈനാ ബിഹി ബൽദത്തൻ മൈതാ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ആകാശത്തുനിന്ന് വരുന്ന മഴത്തുള്ളികൾ കൊണ്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു. ബൽദത്തൻ മൈതാ, മരിച്ച് ചത്ത് കിടക്കുന്ന ഒരു ഭൂമിക്ക് ഞാൻ ജീവൻ കൊടുക്കാറില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മുസ്ലിമേ, കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെറും വെള്ളത്തുള്ളി കൊണ്ടുവന്ന് പതിപ്പിച്ചപ്പോ ആ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞുപോയി. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിന്റെ ഉള്ളിൽ അടക്കിയിട്ട് മണ്ണ് മാറിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനം 3-ാമത്തെ ദിവസം മുതൽ 4 മാസം വരെ നിന്റെ മാംസവും നിന്റെ അസ്ഥികളും പള്ളിക്കാട്ടിലെ കബറിലേക്ക് ഞെരിഞ്ഞു ചേർന്ന് ഒന്നുമല്ലാതെ മണ്ണിലേക്ക് നുരുമ്പിപ്പോയ നിന്നെ നാളെ പരലോകത്തെഴുന്നേറ്റ് നിർത്തുമ്പോ ഈ ചത്ത് കിടക്കുന്ന ഭൂമിയിലെ സസ്യങ്ങൾ മുളപ്പിക്കുന്നത് പോലെ കബറിന്റെ ഉള്ളിൽ അടിഞ്ഞു പോയ നിന്നെ നാളെ എന്റെ മുമ്പ് റബ്ബിന്റെ മുമ്പ്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പ്, അദൂരായ റബ്ബിന്റെ മുമ്പ്, നീതിമാനായ റബ്ബിന്റെ മുമ്പ്, ആർക്കും വഴങ്ങാത്ത ഏകാധിപതിയുടെ മുമ്പ്, ആരും മടിച്ചമട്ടാത്ത സ്വച്ഛാധിപതിയുടെ മുമ്പ് നിന്നെ ഇതേപോലെ വളർത്തിയെടുക്കാൻ നാളെ നീ മണ്ണോട് മണ്ണ് കബറിലോട്ട് ചേർന്ന് പോയതിനു ശേഷം പരലോകത്ത് ഇതേപോലെ നിന്നെ ജനിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെടാ മാനവാ, എടാ തമ്മാടി, എനിക്കതിനെ കഴിയുമെടാ. അത് നീ മനസ്സിലാക്കാനാണ് ആകാശത്തെ നോക്കാൻ പറഞ്ഞത്. ആകാശത്തിന്റെ മഴത്തുള്ളികൾ കൊണ്ട് ചത്ത് കിടക്കുന്ന ഭൂമിക്ക് പുനർജന്മം കൊടുത്തതുപോലെ മണ്ണിലേക്ക് ചേർന്നുള്ള നിന്നെ പരലോകത്ത് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും നിന്റെ ജീവിതത്തിന്റെ കൃതാനർത്ഥങ്ങളെ വിചാരണ ചെയ്യാൻ എനിക്ക് നിന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാരാരാ, ആകാശത്ത് വർഷകാലത്ത് മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികളിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് സസ്യം മുളച്ചു വരുമ്പോ ബുദ്ധിമാനായ നീ, ബുദ്ധിമതിയായ നീ, നിന്റെ വീടിന്റെ പുറകുഭാഗത്തും മഴ കഴിഞ്ഞിട്ട് സസ്യം മുളക്കുമ്പോ ആ സസ്യത്തെ നോക്കിയിട്ട് നീ കരയണം മുസ്ലിമേ. ആ സസ്യത്തെ നോക്കി കരയണം മുസ്ലിമേ. ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി നമ്മൾ നട്ടിട്ട് വരൾച്ച കാലത്ത് വെള്ളമെടുക്കാതെ വരണ്ടുണങ്ങി നിൽക്കുന്ന ആ ചെടിയിലേക്ക് മഴക്കാലത്ത് വെള്ളം വന്നിട്ട് ആ ചെടിയിൽ പുഷ്പം വിടരുമ്പോ അതിനെ നോക്കി നിന്നിട്ട് നിനക്ക് പൊട്ടിക്കരയാൻ പറ്റുമോ? നീയാണ് യഥാർത്ഥ മുത്തഖിയായ മുഅ്മിന്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വീടിന്റെ മുറ്റത്തെ ചെടിച്ചട്ടിയിൽ ചത്തു കിടന്നിരുന്ന ഈ സസ്യത്തെ ഒരു മഴത്തുള്ളി കൊണ്ട് നീ പുനരുജ്ജീവിപ്പിച്ചല്ലോ അല്ലാ. നാളെ ഞാൻ മരിച്ചിട്ട് ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്ന് ഒന്നുമല്ലാതെ എന്റെ ശരീരം മണ്ണിലോട്ട് ചേർത്തിട്ട് ഒരു മഴത്തുള്ളി കൊണ്ട് നാളെ നിന്റെ മുമ്പിൽ ഇതേപോലെ നീ
നീ എന്നെ ജനിപ്പിക്കുമല്ലോ അല്ലാ എന്ന് ചിന്തിക്കാൻ ആർക്ക് കഴിയുമോ? അതാണ് ബുദ്ധിമാനെന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് പറ. ഞാനൊരു വലിയ പാണ്ഡിത്യമൊന്നും പറയല്ല, ഖുർആനിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുകയല്ല. കാരണം പാണ്ഡിത്യം പറയാനാണെങ്കിൽ എന്നേക്കാൾ വലിയ പണ്ഡിതന്മാർ ഈ സദസ്സിലിരിപ്പിക്കുന്നുണ്ട്. ബഹുമാനനായ അലി ബാക്കവി ബാക്കിയാത്രന്റെ സീനിയറാണ്. പഠിക്കുന്ന കാലത്ത് കിതാബിന്റെ കാര്യത്തിൽ എന്നേക്കാൾ മുമ്പന്തിയിൽ അദ്ദേഹമാണ്. ഞാനാണെങ്കിലോ പഠനകാലത്ത് വലിയ അലസനുമാണ്. പിന്നെ എങ്ങനെ ആയി എനിക്ക് അറിഞ്ഞൂടാ. കിതാബിന്റെ ദഖലിന്റെ കാര്യത്തിലോ മുത്താലയിലെ തബഹുറിലോ ഞങ്ങളുടെ കൂടെ പഠിച്ച ബാക്കവിമാരിൽ അഗ്രഗണ്യനാണ് അലി ബാക്കവി. പൈസയാണെങ്കിലോ പട്ടിക്കാട് ജാമ്യനൂരിയുടെ ബിരുദമെടുത്ത ആളാ. അതേപോലെ എന്റെ മുമ്പിൽ ധാരാളം ആളുകൾ എനിക്ക് മുമ്പേ അറിവിന്റെ അക്ഷരമാലയുടെ കടലിലൂടെ നടന്നു പോയവർ. ബഹുമാനനായ അബ്ദുൽ ഗഫൂർ മൗലവിയുടെ നാട്ടുകാരനാണ്. ഞാൻ ചെറുതായിട്ട് ഹിഫ്ളിൽ ഓതുമ്പോ അന്നദ്ദേഹം ദറസിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞു പോയാളാ. ഇങ്ങനെ എത്രയോ പണ്ഡിതന്മാരെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഞാനൊരു പാണ്ഡിത്യം പറയാൻ വന്നതല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. ത്യാഗം പറയാ ഞാനൊരു സാത്വികനല്ല. പ്രാഗൽഭ്യം പറയാ ഞാനൊരു പ്രഗത്ഭനല്ല. പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാനാരാവ ജുദിനി ബി അഫ്വിക ഹാനൽ ഫഖീറൂ. അറിവിന്റെ ബാലാന്ധതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വനാന്തരത്തിലെ പുല്ലുമേഞ്ഞ് നടക്കുന്ന മാൻപേടകളെ കണ്ടപ്പോ ആ മാൻപേടകളോട് പറഞ്ഞത്, മാൻപേടകളെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ. ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമാനല്ല, നിങ്ങളെത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ. നടന്നു പോകുന്ന വഴിയിലെ കരിമ്പാറക്കെട്ടിനെ കാണുമ്പോ കരിമ്പാറക്കെട്ടുകളെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, അത്രേ നിങ്ങൾ എത്രയോ ഭാഗ്യവതികളാണ്. കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ നാളെ നിങ്ങൾക്ക് വിചാരണയില്ലല്ലോ, നാളെ നിങ്ങൾക്ക് പുനർജന്മമില്ലല്ലോ, നിങ്ങൾക്ക് നരകത്തെ പേടിച്ച് കരയണ്ടല്ലോ പാറക്കെട്ടുകളെ. കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സുഅഫാലി കസീറുൻ സാദു തഅതി ഖലീൽ. പാറക്കെട്ടുകളെ നോക്കിയിട്ട് പൊട്ടിക്കരയുമായിരുന്നു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് പൊട്ടിക്കരയണം. റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹു നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സമയത്ര നമ്മൾ ഒരു ദിവസം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 24 മണിക്കൂറിന്റെ ഉള്ളിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അത് തന്നെ കൃത്യമല്ല. അല്ലാഹ് പറഞ്ഞു, നബി തങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോൾ ഉറക്കം വരാതെ പോയി പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം, എന്നിട്ട് നരകത്തെ ഓർത്ത് കരയണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അല്ലാഹു നമുക്ക് ആ കണ്ണീർ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തെ? ഉറക്കം വരുന്നു. എന്റെ ഈ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങിയാൽ നിങ്ങൾ വല്ലാത്ത ഉറക്കക്കാര്. അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു കരയാൻ തൗഫീഖ് നൽകണം. കരയണം, റബ്ബിനോർത്ത് കരയണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കണ്ണുകൾ, ആ കണ്ണുകളെ നരകം തൊടില്ല. ആ കണ്ണുകളെ നരകത്തിന്റെ തീ തൊടില്ല. ഏതാ കണ്ണുകൾ? ഏത് കണ്ണുകളാത്? സിനിമ കണ്ട കണ്ണല്ല,
മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട കണ്ണല്ല അള്ളാഹു നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ നെട്ടൂരൊരു വിഷയം പ്രസംഗിച്ച് കണ്ണ് മാത്രം. കണ്ണിനെ കുറിച്ച് അള്ളാഹു 7 സ്ഥലത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ഞാൻ 3 മണിക്കൂർ പ്രസംഗിച്ച് കണ്ണ്. ആ CD ഇറങ്ങുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ വാൾ അങ്ങനെയാക്കിയ കബറും കഫനും ഒക്കെ നിർത്തി, പിരിവും നിർത്തി. ഒരൊറ്റ സംഘാടകർ ഞാൻ പിരിച്ചു തന്നില്ല എന്ന് എന്നോട് വൈരാഗ്യം കാണിക്കാൻ നിർത്തി. ഞാൻ പിരിവ് നിർത്തി. എന്തുകൊണ്ട്? പിരിച്ചു കൊടുത്താലും സ്നേഹമില്ല, കൊടുത്തില്ലെങ്കിൽ വൈരാഗ്യമായി. കൊടുത്താൽ സ്നേഹം വേണ്ടേ? അതില്ല. കൊടുത്തില്ലെങ്കിൽ വൈരാഗ്യമായി. അപ്പൊ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ചോദിക്കും, കിട്ടണ കിട്ടും. കാരുണ്യവേദിയും കേട്ടോ, ഒരു പിരിവ് പ്രഭാഷകനായിട്ട് കാണാൻ. പിന്നെ എനിക്ക് തന്നത് എത്രയാ? ഉസ്താദിന് 2015 കൊടുത്തത് എത്രയാ? 16 കൊടുത്തത് എത്രയാ? കണക്കൊക്കെ ഞാൻ പറയാം സഹോദരങ്ങൾ. എന്റെ അടുത്ത് വന്നാൽ മതി, നേരിട്ട് വന്നോളൂ. എന്നെ കുറിച്ച് അപരാധം പറയുന്നവരോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ഉസ്താദിന് 50,000 കൊടുത്തോ 40,000 കൊടുത്തോ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പിരിച്ചിട്ട് പൈസ മേടിച്ചു. ഞാൻ മുഴുവൻ വിമർശകരെ ഈ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ ആയൂരിറങ്ങിയിട്ട് വലത്തോട്ട് 3.5 കിലോമീറ്റർ പോയാൽ എന്റെ വീട് എവിടെയുണ്ട്? കാരാളികുളം. എന്റെ സ്വദേശം കാഞ്ഞാറാണ്. അവിടെ പുതിയ വീട് ഇപ്പൊ വെച്ചോണ്ടിരിക്കുകയാണ്, വെച്ച് പണി തീർന്നിട്ടില്ല. വന്നാൽ എന്റെ വീട് കാണാം. അത്യാവശ്യം വലിയൊരു വീടാണ്, ചെറുതൊന്നുമില്ല, അത്യാവശ്യം വലിയ. ഞാനല്ല പറയുന്നത്, അവിടെ വരും. എന്നിട്ട് നിങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും, വൈകുന്നേരം വരെ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ എൻ്റെ കൂടെ ചെലവഴിക്കാനുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നവരെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മാന്യരായ അതിഥികളായി ആതിഥേയ മര്യാദയോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന്, ഞാൻ എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ മുഴുവൻ ജനസഹസ്രത്തെ ഞാൻ ഇത് ലൈവായി കേൾക്കുന്നുണ്ട്. ഞാൻ വിളിക്കുന്നു എൻ്റെ വീട്ടുമുറ്റത്തേക്ക്. ഒരു വെള്ളിയാഴ്ച രാവിലെ വന്നാൽ മതി. ഒരു 4-5 മണി വരെ നിങ്ങൾ എൻ്റെ കൂടെ. ഞാൻ ആ സിറ്റ് ഔട്ടിൽ കസേര ഇട്ടിട്ടുണ്ട്, അവിടെ വന്നിരിക്കും. സ്നേഹത്തോടെ. വിമർശനം എനിക്കില്ല, എനിക്കങ്ങനെ ഒരു പരിപാടിയില്ല. ഈ തെറുപ്പിച്ച് പ്രസംഗങ്ങളുടെ പരിപാടി, വിമർശനം ഇല്ല. ആതിഥേയ മര്യാദയോടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വരി, സന്തോഷത്തോടെ വിളിക്കുക. ആർക്കാണെങ്കിലും വരെ, എപ്പോ വേണേലും. എന്താ ഞാൻ ചെയ്യുന്നവരാണ്? ഞാൻ കബീർ ബാക്കവി എന്താണെന്ന് അറിയണമെങ്കിൽ എന്റെ നാട്ടിൽ വന്നിട്ട് ചോദിക്കും. എന്റെ നാട്ടിൽ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആദ്യം ഞാൻ പറയാൻ, എനിക്കിതൊന്നും പറയാൻ എന്റെ വാതിന്റെ സമയം. നമ്മളെ ഇവിടെ നിന്നിട്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോണ കാണാം. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വന്നു പടച്ചോൻ, ഇതേതോ മച്ചിത്തെങ്ങിന്റെ കൊതുമ്പ് മാതിരി ഇച്ചിരി ഉള്ളല്ലോ. താഴെ നിന്നിട്ട് മേപ്പോട്ട് പോകുമ്പോൾ നമുക്ക് തെങ്ങിന്റെ കൊതുമ്പ് മാതിരി ഇതിപ്പോ ആകെ ഇത്ര ഉള്ളല്ലോ പടച്ചോനെ തോന്നുള്ളൂ. അത് നെടുമ്പാശ്ശേരി ടേക്ക് ഓഫ് ചെയ്ത് അത് അവിടെ റൺവേയിൽ കിടക്കുമ്പോ പോയി ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് കയറുമ്പോഴാ ചെല്ലണ പടച്ചോൻ, ഇത് ഇത്രയും വലിയ സാധനമായിരുന്നു. അതിന്റെ അകത്ത് കേൾക്കുമ്പോൾ കൃത്യമായി കയറുമ്പോഴേ ഹൂറി പെണ്ണുങ്ങൾ പറയും സ്വാഗതം ചെയ്യാൻ. അതിന്റെ അകത്ത് സീറ്റുകൾ അത് തന്നെ 2 സൈഡ് എക്കോണമി ഉണ്ട് എന്ന് പറഞ്ഞാൽ പഴയ ബാർബർ ഷോപ്പിൽ അങ്ങോട്ടും നീങ്ങൂല ഇങ്ങോട്ടും നീങ്ങാത്ത കസേര മാതിരി എയറിന്റെ സീറ്റ് ചാരിയിരിക്കുക. അതാണ് എക്കോണമി. ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കട്ടിൽ പോലെ നീണ്ടു കിടന്നുറങ്ങാം. ഫസ്റ്റ് ക്ലാസ് ഒന്നുമില്ല, അതിന്റെ അകത്ത് ബാത്റൂം ഉണ്ട്. ഇത്രയും സൗകര്യമൊക്കെ ഉള്ള ഒരു വലിയ സാധനമാണല്ലോ അള്ളാഹു ഇതെന്ന് അറിയണത്. അത് അതിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കി ഇതൊരു കോഞ്ഞാട്ടയുടെ കൊതുമ്പുമാരിയെ മനസ്സിലാവും. അതുകൊണ്ട് അകലെ നിന്ന് നോക്കാതെ ഇവിടെ വന്ന് കാറിലിറങ്ങി പ്രസംഗിച്ചിട്ട് അതേ കാറിൽ തിരിച്ചു പോകുന്ന വാക്കവിമാരെ അല്ല നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ വന്ന് അതിന്റെ അടുത്ത് വന്നിരുന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് നേരിട്ട് സംവദിക്കാം. ഒരാൾ ചെയ്യണ കാര്യം ലോകത്തോട് പറഞ്ഞ് എനിക്കിഷ്ടമല്ല, നിങ്ങൾ എന്റെ നാട്ടിൽ വരും, എന്നിട്ട് നിങ്ങൾ എന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം. അല്ലാഹുവേ, നീ ഞങ്ങളെല്ലാവരെയും നന്നാക്കി തരണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ, ലോകത്ത് 2 കണ്ണുകൾ, ഐനാനി 2 കണ്ണുകൾ, 2 കണ്ണുകൾ. ഇന്നലെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ട്. കണ്ണ് എന്താ? കണ്ണ് വെറും 28 ഗ്രാം തൂക്കമുള്ള 2 ലക്ഷത്തിലധികം അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശരീരത്തിലെ ഏറ്റവും ചെറിയൊരു അവയവമാണ് കണ്ണ്. ആ കണ്ണിൽ കണ്ണുനീര് വരണം. ആ കണ്ണിൽ
കണ്ണീര്. ഏത് കണ്ണീര്? ഏത് കണ്ണീരാ? കണ്ണീര് വ്യത്യാസമുണ്ട്. സങ്കടം കൊണ്ട് കണ്ണീര് വരും, സന്തോഷം കൊണ്ട് കണ്ണീര് വരും, സവാള അരിയുമ്പോഴും കണ്ണീര് വരും. വരില്ലേ? കണ്ണീര് വരില്ലേ? സങ്കടം വന്നാൽ കണ്ണീര് വരില്ലേ? സന്തോഷം വന്നാൽ കണ്ണീര് വരില്ലേ? പെണ്ണുങ്ങൾ പുള്ളി അരിയുമ്പോ കണ്ണീര് വരില്ലേ? ഈ മൂന്ന് കണ്ണീരും വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ മൂന്ന് കണ്ണുനീരും എടുത്ത് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാൽ ഈ മൂന്ന് സമയത്ത് വരുന്ന കണ്ണീരിന്റെയും ഘടനകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വരുന്നത് ഒരേ കണ്ണീരാണ്. ഉള്ളി അരിയുമ്പോൾ വരുന്ന കണ്ണീരും, സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണീരും, സന്തോഷം വരുമ്പോൾ വരുന്ന കണ്ണീരും, ഈ കണ്ണീരൊക്കെ കൊണ്ടുപോയി ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ മൂന്ന് കണ്ണുനീരിനും വ്യത്യസ്തമായ ഘടനയാണ്. ഒരേ കണ്ണീരല്ല. റബ്ബേ നീ എത്ര തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ലോകത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഡിസൈനർ നീയാണ്. ഇവിടെ കരയണം. എങ്ങനെ കരയണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമുന്നാർ, ആ കണ്ണുകൾ നാളെ നരകത്തിന്റെ തീയാ കണ്ണുകളിലെ സ്പർശിക്കുക പോലുമില്ല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പോയി പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോ ആ സമയത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് നരകത്തിന്റെ തീജ്വാലകൾ രണ്ട് കണ്ണുകളെ തൊടുകയില്ല. ആ കണ്ണുകളെ എണ്ണുകൾ ഏതാണ് യാ റസൂലല്ലാഹ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, ഐനുന ബകതു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുന്ന കണ്ണുകൾ. കടിയുമോ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, അല്ലാഹുവിനെ ഓർത്തിട്ട് നമ്മുടെ കണ്ണിന്റെ കോണിൽ രണ്ട് തുള്ളി കണ്ണുനീര് വന്നാൽ ഏതെങ്കിലും സമയത്ത് ജീവിതത്തിന്റെ രാത്രിയിലോ പകലിലോ ഏകനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അവന്റെ നരകത്തെ കുറിച്ച് ചിന്തിച്ച് അവന്റെ ഹിസാബിനെ കുറിച്ച് ചിന്തിച്ച് അവന്റെ പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് ആരുടെയെങ്കിലും കണ്ണിൽ രണ്ട് തുള്ളി കണ്ണുനീര് വന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, നാളെ പരലോകത്ത് നരകത്തിന്റെ തീജ്വാലകൾ അവളുടെ കണ്ണുകളെ തൊടുകയില്ല. എന്തേ നമുക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ കഴിയുന്നില്ല? അറിയുമല്ലോ ബഹുമാനപ്പെട്ട ബീവി സലീഖ റളിയല്ലാഹു അൻഹാ. ആരാ ബീവി സലീഖ? മഹാനായ നബിയുല്ലാഹി യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ കിടപ്പറയിൽ കെട്ടിപ്പിടിച്ച സലീഖ ബീവിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു സലീഖയെ പരിചയപ്പെടുത്തി തരികയാ. ആരാ സലീഖ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി സുലൈഖ ബീവി റളിയല്ലാഹു തആലയെ കല്യാണം കഴിച്ചു. ആദ്യരാത്രിയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി മണിയറയുടെ പതക്കത്തിന്റെ ഉള്ളിൽ സുലൈഖയെ കാത്തിരിക്കുകയാ. ഈജിപ്തിലെ താരസുന്ദരിമാരുടെ നേതാവായിരുന്ന, തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ട് ഈജിപ്തിന്റെ നഗരത്തിന് സൗരഭ്യം കൊടുത്ത സലീഖയെ കിടപ്പറയിൽ കാത്തിരിക്കുമ്പവരെ ആദ്യരാത്രിയാ. ഇതൊക്കെ അഭിനവകാല ലോകത്തിന് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. അഭിനവകാല ലോകത്തിന് തിരിച്ചറിയുമോ എന്നെനിക്കറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ കഴിയാത്ത ഒരു ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ഇന്ന് ലോകം അത്രമേൽ പൈശാചികവൽക്കരിക്കപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ നഗരത്ത് നടന്ന ഒരു ലഹരി ബോധന ക്ലാസ്സിൽ വിനീതം പങ്കെടുത്തു. ആ നഗരത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ ഒരു കഥയുണ്ട്. ദാഹം പറയാ, രാവിലെ 9 മണിക്ക് തൃശ്ശൂർ നഗരത്തിന്റെ പ്രശസ്തമായ വിദ്യാലയത്തിൽ, ആ വിദ്യാലയത്തിൽ ഒരാളെ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കൊണ്ടുപോയല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോ ഒരു തെളിവുമില്ലാതെ സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടിയെന്ന് രേഖപ്പെടുത്തി വിടാൻ പോകുമ്പോ അദ്ദേഹം പ്രസംഗത്തിൽ പറയാ, ഞാൻ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഏതാണ്ട് 8:30 മണിയായി. അയാളുടെ പോക്കറ്റിലിരുന്ന ഫോൺ അടതടവില്ലാതെ ബെല്ലടിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാതെ നിരന്തരമായി ഫോൺ കോൾ വന്നപ്പോ ആ ഫോൺ കോൾ എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ അറ്റൻഡ് ചെയ്യുകയാ. മറുഭാഗത്ത് ചോദ്യം വരുന്നു, എവിടെ നിൽക്കുന്നു, സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം ഓരോരുത്തരോടും മറ്റേ അയാളാണെന്ന ഭാവേന മറുപടി നൽകി. അവസാനം അദ്ദേഹം പറയാ, ഈ കോളുകളൊന്നും എന്നെ അത്ഭുതപ്പെടുത്തി
വൃത്തിയിട്ടില്ല ദിവസവും നമ്മുടെ കേരളത്തിന്റെ സായാഹ്നങ്ങളിലും പ്രദോഷങ്ങളിലും നടക്കുന്ന സ്ഥിരം കാഴ്ചയാ. കുറെ കഴിഞ്ഞപ്പോ ബെല്ലടിച്ചപ്പോ മറുതരക്കരുടെ സ്ത്രീ ശബ്ദമാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാത്രമല്ല മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. എന്തിനാ പടച്ചറപ്പിനെ നമ്മൾ ഓർക്കണമെന്ന് പറയുന്നതെന്തിനാ? നരകത്തോത്ത് കരയണമെന്ന് പറയുന്നതെന്തിനാ? ആ സ്ത്രീക്ക് പെൺകുട്ടിയുടെ ശബ്ദം ചോദിക്കുന്നു, നീ എവിടെയാണ്? സർക്കിൾ മറുപടി പറഞ്ഞു, സ്കൂളിന്റെ ഗേറ്റിന്റെ മുൻഭാഗത്തുണ്ട്. പൊതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ വേവരാതിയായി വിഭ്രാന്തിയായി, അതില്ലാതെ എനിക്കിന്ന് നിൽക്കാൻ കഴിയില്ല, തീർന്നു പോയി, ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. മറുഭാഗത്ത് ഭ്രാന്തിയെ പോലെ തലതല്ലി കരയുന്നത് പോലെ സ്ത്രീ ശബ്ദം പിന്നെ കരച്ചിലായി. അവസാനം ഇല്ല ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി, ഞാൻ ആവശ്യപ്പെട്ട സാധനം നീ നിനക്ക് തന്നാൽ എത്രയോ കാലമായിട്ട് നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇന്ന് നിനക്ക് സാധിപ്പിച്ചു തരാം. എന്താണെന്നറിയോ? എന്റെ ഈ ശരീരം നീ പറയുന്നിടത്ത് ഞാൻ നിന്റെ മുമ്പിൽ കാണിക്ക വെച്ച് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അദ്ദേഹം പറയാണ്, മറുതരക്കുള്ള സ്ത്രീയുടെ ശബ്ദം അന്വേഷിച്ചിട്ട് സ്ത്രീ ശബ്ദത്തിന്റെ ഉടമയെ തേടി പോലീസ് ജീപ്പ് ചെന്ന് നിന്നത് തൃശൂർ നഗരത്തിലെ സാമാന്യ മേൽവിലാസമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീടിന്റെ മുമ്പിലാ. വാതില് തുറന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ. മറുതരക്കര ശബ്ദമേടെന്നറിയോ? നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ പൊന്നുമോള. 2 വർഷമായിട്ട് ആ പെണ്ണ് കഞ്ചാവിന് അടിമയാണ്. ഇത് ഭാഗവി പ്രസംഗത്തിന്റെ പൊലിപ്പിന് പറയുന്നതല്ല, തന്റെ പ്രഭാഷണത്തിന്റെ ഗരിമക്ക് പറയുന്നതല്ല. പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറഞ്ഞതിന്റെ പേര് പലവിധ ശത്രുക്കളെ നേടിയ ആളാണ് ഞാൻ. ഇനിയും അതിന് ശത്രുക്കൾ കൂടുന്നോ? വല്ലാഹി എനിക്ക് പേടിയില്ല. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന കാര്യത്തിൽ പടച്ചറപ്പിനെ അല്ലാതെ ലോകത്തിനും മഖ്ലൂക്കിനെ പേടിച്ചിട്ട് പറയുന്നെന്ന് പിന്മാറുന്നതിന്റെ പ്രശ്നമില്ല.